എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ ഹൃദയഭാഗമായ മനാമ സ്ട്രീറ്റിലൂടെ നമുക്കൊരു യാത്ര ചെയ്തിട്ട് വരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. നിങ്ങളിപ്പം കാണുന്ന ഹോട്ടലിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നൈറ്റ് ഡ്യൂട്ടിയെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ബസ് പിടിക്കണം. ബസ് പിടിച്ച് നേരെ പോകുന്നത് മനാമയിലേക്കാണ്. ഗൂഗിളിൽ കയറിയിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്താണ് പോകേണ്ടതെന്നുള്ളത് ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് കൊണ്ട് 42 ബസ്സിലാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ജുഫേറിന് നേരെ മനാമയിലോട്ടാണ് ഞാൻ ബസ് എടുത്തേക്കുന്നത്. ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് ജുഫേറിന് മനാമ പോകാൻ വേണ്ടി. ഏഷ്യയിലെ 3ാമത്തെ ചെറിയ രാജ്യമാണ് ബഹ്റൈൻ. മാലിദ്വീപും സിംഗപ്പൂരും കഴിഞ്ഞാൽ. നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് എല്ലാ ബസ്സുകളും പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് നടന്ന് സ്ട്രീറ്റിലേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഗോൾഡ് മാർക്കറ്റാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന സൗദി ബോർഡറായ കോസ്വേയിൽ നിന്ന് മൊഹറക്കിലേക്ക് പോകുന്ന ഒരു ഹൈവേ ആണ്. മനാമ സ്ക്വയറിലൂടെ ലക്ഷ്യമാക്കിയാണ് ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനാമ സൂക്കിനകത്തൊരു ടെമ്പിൾ ഉണ്ട്, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അപ്പം ആ ടെമ്പിൾ നമുക്കൊന്ന് കാണാം. ഇതാണ് ആ ടെമ്പിൾ. എന്ത് രസമുള്ള ടെമ്പിൾ എന്നൊക്കെയാണ്. അപ്പം എന്ത് വൃത്തിയായിട്ടാണ് അവർ ക്ലീൻ ചെയ്ത് ടെമ്പിളൊക്കെ സൂക്ഷിച്ചേക്കുന്നതെന്ന് നോക്കിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ മനാമ സൂക്കിനകത്ത് തന്നെ 1817 സ്ഥിതി തുടങ്ങിയത്. അങ്ങനെ ബഹ്റൈനിലെ സൂക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പുറത്തോട്ടിറങ്ങി നേരെ റൂമിലോട്ട് പോകണം. ഇതാണ് മലയാളീസൊക്കെ കാണാൻ വരുന്ന ഒരു മൂവി തിയേറ്റർ. ഞാൻ ഇപ്പോൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗുദേബിയാണ്. ഗുദേബിയിൽ നിന്ന് നമുക്ക് നടന്ന് നേരെ ജുഫേർ പോകണം. ഞാൻ അങ്ങോട്ട് ബസ്സിലാണ് പോയത്, തിരിച്ച് ഞാൻ നടന്നാണ് പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചെറിയ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന ഒരു പാലസിൻ്റെ ഗേറ്റാണ്. അപ്പോൾ ജുഫേറിലുള്ളൊരു പാലസാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് അകത്ത് ജയിൽ കണക്കാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ നടന്ന് ജുഫേർ എത്തി. ജുഫേർ മോസ്ക് അടിപൊളി ഒരു മോസ്ക് അവിടെയുണ്ട്. അപ്പം നമുക്ക് മോസ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കറക്റ്റ് ടൈമിൽ തന്നെ ബാങ്ക് വിളിക്കുന്ന സമയമായി. ബാങ്ക് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകത ഒരു ഫീലിംഗ് ആണ്. അത് കണക്ക് തന്നെ അമ്പലത്തിൽ മോർണിംഗിലത്തെ ആ പാട്ട് കേൾക്കുമ്പോൾ അതേ ഫീലിംഗ് ആണ്, ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾക്കും അത് കണക്കുള്ള എനർജിയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മോസ്ക്. ജുഫേർ ഏറ്റവും വലിയൊരു മോസ്കാണ്. അങ്ങനെ ഏകദേശം 4 കിലോമീറ്റർ നടന്ന് ജുഫേർ എന്ന് പറയുന്ന സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഒടുക്കലത്തെ ചൂട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ.